ബ്രിട്ടീഷ് ജനതയുടെ രാഷ്ട്രീയം, പൊളിറ്റിക്കൽ ടർമോയിൽ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. ജയിലിൽ കിടക്കുന്ന ടോമി റോബിൻസൺ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നു. പല പ്രകടനങ്ങളും ഡെമോൺസ്ട്രേഷനും സംഭവങ്ങളും അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി പലയിടത്ത് നടക്കുന്നു. ലണ്ടനിൽ വലിയൊരു പ്രകടനം നടന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ലേബർ പാർട്ടി, അവിടുത്തെ ലെഫ്റ്റും ഒരു പ്രകടനം നടക്കുന്നു റേസിസത്തിനെതിരെ. ഒരു കാര്യം വളരെ കൃത്യമാണ്, ബ്രിട്ടനിലെ സായിപ്പന്മാർക്ക് മടുത്തു. ഇതാണ് അതിൻ്റെ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. ഈ ടോമി റോബിൻസിന് വേണ്ടിയാണത്തെ പ്രകടനത്തിൽ, അതായത് ഫാർ റൈറ്റ്, ഇതിനകത്ത് ട്രംപിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വന്നു, ട്രംപിന് അനുകൂലമായിട്ട് പ്ലക്കാർഡ് വന്നു. ഞാനീ പറയുന്ന ലോകം ചേഞ്ച് ആവുകയാണ്. അത് കാറ്റ് കീറി അടിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ. എന്താണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡ്? അത് പരസ്യമായിട്ട് പറയാൻ തുടങ്ങി. അവിടെയുള്ള ഇസ്ലാമിക് റാഡിക്കൽസ് എന്നാണ്, അവരെ പുറത്താക്കുക മാത്രമല്ല അപ്പോൾ അവരുടെ ഡിമാൻഡ്. ഗവൺമെൻറ് പുതിയ ബില്ല് കൊണ്ടുവരണം, അവിടെ പെർമനൻ്റ് സിറ്റിസൺഷിപ്പ് കൊടുത്ത മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ പുറത്താക്കണം. സംഭവത്തിന് പിച്ച് മാറി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സർവേകൾ നടക്കുക കീത്ത് സ്റ്റാമർ ഗവൺമെൻറ്റിനെതിരെ. ഈ സർവേ ആ പാർട്ടി, അതായത് ലേബർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പത്രങ്ങൾ നടത്തിയ സർവേ. കാരണം അവിടെ നിങ്ങൾക്കറിയാം, ലണ്ടൻ മീഡിയ ഈസ് വെരി സ്ട്രോങ്. ഒരു ഭാഗത്ത് ലേബർ പാർട്ടിക്കും മറ്റേ കൺസർവേറ്റീവ് പാർട്ടിക്കുമായിട്ടുള്ള സംഭവമുണ്ട്. ലേബർ പാർട്ടിയെ പിന്തുണയ്ക്കുകയും കീത്ത് സ്റ്റാമറേയും പിന്തുണച്ച കഴിഞ്ഞ ഇലക്ഷന് വളരെ സമയമൊന്നും ആയില്ല. അവർ നടത്തിയ സർവേക്കകത്ത് പറയുന്നത് കീത്ത് സ്റ്റാമറിൻ്റെ പോപ്പുലാരിറ്റി 42 മുതൽ 47% വരെ ഇടിഞ്ഞു. അതായത് ലേബർ പാർട്ടിയിൽ പുള്ളിക്ക് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ വരെ പുള്ളിക്കെതിരെ പറയുന്നു. അതായത് UK എന്ന് പറഞ്ഞ രാജ്യം തിരിച്ചു വരണം. സെയിം, അതായത് ട്രംപിൻ്റെ സെയിം ആയിട്ടുള്ള അതേ സ്ലോഗൻ തന്നെയാണ് പറയുന്നത്. ബ്രിട്ടൻ ബിക്കം സ്ട്രോങ്, തിരിച്ചു വരണം, വന്നേ മതിയാകത്തുള്ളൂ. ഈ സാധനത്തെ, ഈ മറ്റുള്ള ഈ സാധനങ്ങളെ മുഴുവനും അവിടുന്ന് പുറത്താക്കണം. മടുത്തു, ഇനഫ് ഈസ് ഇനഫ് എന്ന വാക്കുകൾ പറയാൻ തുടങ്ങി. മനസ്സിലാക്കുക, ബ്രിട്ടനിലുണ്ടാകാൻ പോകുന്ന ഈ സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ജർമ്മനിയിലുണ്ടായത്, എന്താണ് ഫ്രാൻസിലുണ്ടായത്, പക്ഷെ അമേരിക്കയിലുണ്ടാകുന്ന അതേപോലെ തന്നെ ബ്രിട്ടനിലുണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ ഫാർ റൈറ്റ് ടോമി അത് ജയിലിൽ കിടക്കുന്ന ഒരാൾ, കോർട്ട്, അവിടുത്തെ ഹൈക്കോർട്ട് മുഖാന്തരമാണ് പുള്ളി അകത്ത് കിടക്കുന്നത്. അതായത് കോർട്ട്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും പല, കാരണം ഇയാളോട് പല വാർണിംഗ് കോർട്ട് കൊടുത്തിട്ട് ഇയാൾ പുല്ല് വരെയാണ് കൊടുത്തത്. അത് ടോമി റോബിൻസിൻ്റെ പല പ്രഭാഷണങ്ങൾ കേൾക്കണം. നേരത്തെ കമൻറ്റേറ്റർ കൂടിയാണ്. ഫാർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോറാണ് ഇയാൾ. അയാൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്ലാം വിശ്വാസികൾ, റാഡിക്കൽസിനെ മാത്രമല്ല, ഇസ്ലാം വിശ്വാസികൾ പോലും ബ്രിട്ടനിൽ താമസിക്കരുത് എന്ന് ഡിമാൻഡ് ചെയ്യുന്നയാളാണ്. ബ്രിട്ടൻ പൂർണ്ണമായിട്ട് ഇവരെ വിട്ടുമാറണം. ഇവിടെയുള്ള ടർക്കിഷ് ആണെങ്കിലും പാകിസ്ഥാനീസ് ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്കെതിരെ അതിരൂക്ഷമായിട്ടാണ് ടോമി റോബിൻസൺ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതിരൂക്ഷമായ ഭാഷയിൽ ചില പ്രസംഗങ്ങളൊക്കെ ഞാൻ ചില ടെക്സ്റ്റുകൾ വായിച്ചു. അതിനകത്ത് ഒരളവും അയാൾ കൊടുക്കാൻ പറയുന്നില്ല. ഇപ്പോൾ ടോമി റോബിൻസൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് 10 മടങ്ങ് കൂടി. കാരണം എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ നിഗൽ ഫരാഗ് അയാളെ മാറ്റിയിട്ട് ടോമി റോബിൻസിനെ സ്റ്റാറാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ടോമി റോബിൻസിനെ റിലീസ് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അമേരിക്കൻ ഗവൺമെൻറ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സംഭവം കയറി ഇടപെടും. അതായത് ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഒരു ജയിലിൽ കിടക്കുന്ന ഇത്രമാത്രം പോപ്പുലാരിറ്റി കയറി വരും. കാരണം ബ്രിട്ടീഷ് എക്കോണമി തകർച്ചയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടെലഗ്രാഫിൻ്റെ അകത്തും ഗാർഡിയൻ്റെ അകത്തും ആർട്ടിക്കിളുണ്ട്. ബ്രിട്ടീഷ് എക്കോണമി ദ വെർജ് ഓഫ് കൊളാപ്സ്, അതായത് കൊളാപ്സിൻ്റെ രീതിയിലോട്ട് പോവുകയാണ്. ഇതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ആ ഒപ്പീനിയൻ മേക്കർ എഴുതിയേക്കുവാണ്, സ്റ്റീഫൻ നിങ്ങളുടെ പേര്. അവിടെ ഈ പറയുന്ന ഫാർ റൈറ്റ് വിങ് ടോമി റോബിൻസൺ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് അവിടെ വരികയുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ടോമി റോബിൻസൻ്റെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ കീത്ത് സ്റ്റാമറിൻ്റെ
പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് താഴെ പോകുമ്പം അവിടെ മറ്റൊരു നിഗൽ ഫറാഗ് അയാളുടെ പേര് പോലും ഇപ്പം വലിയ പ്രസക്തമല്ലാതായി അയ്യോ UK റിഫോംസ് പാർട്ടി. ഇപ്പോൾ UK റിഫോംസ് പാർട്ടി മിക്കവാറും ടോമി റോബർട്ട്സൺ എനിക്ക് തോന്നുന്നില്ല 1-2 മാസത്തേക്കുള്ള അയാളകത്ത് കിടക്കാൻ പറ്റത്തില്ല. കിടന്നു കഴിഞ്ഞാൽ അവിടെ ബ്രിട്ടനിൽ വലിയ ഇഷ്യൂ ആവും. കാരണം അവിടെയുള്ള ആൾക്കാർ ബ്രിട്ടൻ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നേ മതിയാകൂ എന്ന കാര്യത്തിൽ നിലപാടെടുക്കുകയാണ്. ഉറപ്പായിട്ടും എലോൺ മസ്കിൻ്റെ മാത്രമല്ല ട്രംപിൻ്റെ പിന്തുണയുണ്ട്, മറ്റുള്ള ഫാർ റൈറ്റ് ആൾക്കാരുടെ പിന്തുണയുണ്ട്, പല രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ബ്രിട്ടീഷ് ജനതയുടെ ഭയങ്കര മാസ് പോപ്പുലാരിറ്റി അടുപ്പിച്ചടുപ്പിച്ച് പ്രകടനം നടക്കുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്ന് പറയാൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ടൊക്കെ പോകും. അതായത് ഈ പറയുന്ന ആൾക്കാർ അവിടെ ചാക്കുമൊക്കെ ഇട്ട് അവിടെ പോവുകയാണെങ്കിൽ, ഇവരൊക്കെ പുറത്തിറങ്ങി ഇതേപോലെ സംഭവം മുന്നോട്ട് പോവുകയാണെങ്കിൽ റേസിസം ഒന്നല്ല അപ്പുറത്തോട്ടങ്ങ് മാറും. ചിലപ്പോൾ ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ പോലും കേൾക്കാത്ത രീതിയിൽ സംഭവങ്ങളുടെ പിച്ചങ്ങ് മാറും. എന്താണ് പലരും പറയുന്നത്? അതിലോട്ടാണ് കിടക്കുന്നത്. അതായത് ബ്രിട്ടനിലെ NHSുമായിട്ടും പല ആശുപത്രിയായിട്ടും അവിടുത്തെ ഷോപ്പുകളായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ബ്രിട്ടീഷ് ലണ്ടൻ മേയറിൻ്റെ ഓഫീസ്, അവിടുത്തെ ഹോസ്പിറ്റൽ പോലും അകത്തുള്ള, കാരണം ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഓരോ ട്രസ്റ്റുകളാണ് ഭരിക്കുന്നത്. ഈ ട്രസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് വരുന്ന ബിസിനസ്സുകൾ, അതായത് അവിടുത്തെ ക്ലീൻ ചെയ്യുക, അത് ചെയ്ത്, ഇതൊക്കെ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. ഇതെല്ലാം ഈ പ്രത്യേക കമ്മ്യൂണിറ്റിയായ ഇസ്ലാമിക വിശ്വാസത്തിലുള്ള അവർക്കാണ് കൊടുക്കുന്നത്. അതായത് പല രീതിയിലുള്ള ഔട്ട്സോഴ്സ് വർക്കുകൾ. അപ്പോൾ അവർക്കാണ് ഈ ജോലി കിട്ടുന്നത്. ഈ പണം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ ഡിമാൻഡ് വരുന്നത്? എന്തുകൊണ്ട് NHS പ്രൈവറ്റൈസ് ചെയ്തുകൂടാ? അതായത് ഇനി ഫർദർ എത്ര നാൾ NHS എന്ന് പറയുന്ന സംഭവം ഗവൺമെൻറ്റിൻ്റെ നിന്ന് പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അതേപോലെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇവരുടെ ആൾക്കാർ, പല ആൾക്കാർ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, ഒരു സ്ഥലത്തിന് നെയ്ബർഹുഡിനകത്ത് അവിടെ ഒരു ഇസ്ലാം വിശ്വാസി അവിടെ സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സായിപ്പന്മാരെ വിറ്റങ്ങ് പോവുക. തിരിച്ചൊരു റിവേഴ്സ് ബാക്ക് ഉണ്ടാകുകയാണ്. ഇനി അവർക്ക് ഇതേപോലെയുള്ളിടത്ത് എൻട്രി കൊടുക്കരുത്. അപ്പം അതുകൊണ്ടാണ് ഈ ടോമി റോബർട്ട്സിൻ്റെ കൂടെ നിൽക്കുന്നവർ പറയുന്നത്, അവിടെ സിറ്റിസൺഷിപ്പുള്ള ഇസ്ലാമിക വിശ്വാസത്തിലുള്ള റാഡിക്കൽസ് മാത്രം എല്ലാവരെയും പുറത്താക്കണം. അവർക്ക് ഈ ഫൈനാൻഷ്യൽ അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പല ഓഫീസുകളിൽ നിന്നും, പല ട്രസ്റ്റുകളിൽ നിന്നും, പല കമ്മ്യൂണിറ്റികളിൽ നിന്നും അവരെ ഉൾപ്പെടെ സാക്ക് ചെയ്യണം. അതായത് പിച്ച് മാറി. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ടാക്സികളിൽ നിന്ന് ഇവരെ ആൾക്കാരെ ഒഴിവാക്കണം. ഇപ്പം വല്ലാത്ത ഡിമാൻഡുകളാണ് കയറി വരുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു പൊട്ടിത്തെറിയിലോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ വാറോ കലാപോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അതിനെ നേരിടേണ്ടത്? ഒന്നാമത് ബ്രിട്ടീഷ് എക്കോണമി ഈസ് കൊളാപ്സ്ഡ്. അതിനെ നേരിടേണ്ടത്, അതിനെപ്പറ്റി കീർ സ്റ്റാർമർ ഈ പറയുന്ന പ്രധാനമന്ത്രിക്ക് ക്യാബിനറ്റിനും വ്യക്തമായി പിടികിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ തന്നെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ആ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്ത് ഡിപ്പ് ചെയ്തു. അവർക്ക് വോട്ട് ചെയ്ത അവിടെയുള്ള ബ്രിട്ടീഷുകാർ പോലും പറയുന്നത് ഈ ഗവൺമെൻറ് മാറിയിട്ട് ഈ ഫാർ റൈറ്റ് ടോമി റോബിൻസ് എന്ന് പറഞ്ഞു, ഈ സർവേ റിപ്പോർട്ടുകാർ ഇത് പറയുന്നത്, അതായത് ജയിലിൽ കിടക്കുന്നയാൾ തിരിച്ചു വരണം. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുവാണെങ്കിൽ ഇന്നത്തെ ബ്രിട്ടൻ, നിങ്ങൾ ഇനി കാണുന്ന ബ്രിട്ടൻ ആയിരിക്കത്തില്ല, വരാൻ പോകുന്ന 6-7 മാസം കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകും. കാരണം മുഴുവനും തലകീഴ് മറിയും. അതിൻ്റെ കാരണം ഒരു ഭാഗത്ത് ട്രംപ് ഇരിക്കുന്നു, മറുഭാഗത്ത് ബെഞ്ചമിൻ നെതന്യാഹു ഇരിക്കും. കാരണം കീർ സ്റ്റാർമർ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെതിരെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞത് അവിടെയുള്ള ഡോമിനേറ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫാർ റൈറ്റ് ഇത്ര പോപ്പുലാരിറ്റി കിട്ടുന്നത്. ഇവിടെയാണ് സംഭവങ്ങളെല്ലാം തകിടം മറിഞ്ഞത്. കാരണം കീർ സ്റ്റാർമറിൻ്റെ വോട്ടിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വോട്ട് ബാങ്കാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പോൾ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പുള്ളി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഈ സംഭവത്തോട് പറഞ്ഞതോടുകൂടി ഈ സ്റ്റാർമറിൻ്റെ വെടി തീരാൻ പോവുക. അപ്പം വരാനുള്ള ദിവസം അവിടെയുള്ള മലയാളികൾ വളരെ ശ്രദ്ധിക്കണം. അവിടുത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഓരോ ദിവസം വല്ലാത്ത രീതിയിലാണ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഒരു വോളറ്റൈൽ സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താകുമെന്നുള്ളത് വരാനുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയുവാൻ, എന്തെങ്കിലും കാണുവാനോ അത് എന്തെങ്കിലും അതിനെപ്പറ്റി അഭിപ്രായം പറയുവാൻ കഴിയും.